നമ്മൾ ടോൾ പ്ലാസ ഏതാണ്ട് ഒരു 325 327 കോടി രൂപയ്ക്കാണ് ആ ടോൾ പ്ലാസ വഴിക്ക് ഏറ്റെടുത്ത് പണിയാനായിട്ട് അന്ന് കരാർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇരട്ടി ഒക്കെ തുകയ്ക്ക് കിട്ടാവുന്ന രീതിയിൽ പിരിക്കാനുള്ള അനുവാദമാണ് കൊടുത്തത്. പക്ഷേ ഈ 327 കോടി രൂപയുടെ പണികൾ അന്നും ചെയ്തിട്ടില്ല, ഇന്നും ചെയ്തിട്ടില്ല. ആ പറയുന്ന കമ്പനി ആ കാലാവധി അവസാനിച്ച്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ആ കാലാവധി അവസാനിച്ച് ആ ടോളിൻ്റെ തുകയുടെ ഒരുപാട് ഇരട്ടികൾ കാശുണ്ടാക്കി പോയപ്പോഴും അതിൽ ചെയ്യേണ്ടിയിരുന്ന SOS സംവിധാനങ്ങളോ അതിൻ്റെ എന്താ പറയുക പല ഫ്ലൈ ഓവേഴ്സ് ഒന്നും പണിയാതെയാണ് അവർ ആ പണി പിരിവ് അവസാനിപ്പിച്ച് നിർത്തിപ്പോയത്. അവരിത് പോയ സമയത്തൊക്കെ ചാലക്കുടിയിൽ പണിതത് തന്നെ ചെരിഞ്ഞ് കിടക്കുകയായിരുന്നു. അതായത് നമ്മളൊരു ടോൾ റോഡിലൂടെ പോകുമ്പോൾ അത് ഏറ്റവും സ്പീഡിൽ പോകാനും വണ്ടികളുടെ മൈലേജ് കിട്ടാനും പാർട്സ് കംപ്ലൈൻ്റ് ആവാതിരിക്കാനൊക്കെയുള്ള സാധ്യതകൾ കൂടി കണക്കിലെടുത്തിട്ടാണ് നമുക്ക് ഒരു ടോൾ കൊടുക്കുമ്പോൾ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അത് വേറെ കമ്പനിക്ക് കൊടുത്തു. ആ പണി ബാക്കിയുണ്ടായിരുന്ന കാര്യങ്ങൾ ഇത് സർക്കാർ ചെയ്യുന്ന തെണ്ടിത്തരമാണ്. ഇത് ഒരു കാലത്തും തീരില്ല. കാരണം അവർക്ക് മനസ്സിലായി ഇതിൽ നിന്ന് നന്നായി കൈക്കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കാരണം മറ്റേ കമ്പനിക്ക് ലാഭമാണ്. കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും കൈക്കൂലി കൊടുത്താൽ മതി. അപ്പോൾ കൈക്കൂലി കൊടുക്കാനായിട്ട് ടോൾ കൊടുക്കുന്ന ഒരു ജനത എന്ത് നല്ല ജനതയാണല്ലേ.